ഈ ഹൈദരാബാദിലെ കൂട്ടക്കൊലക്കിരയായ യുവ ഡോക്ടർക്ക് ആ യുവ ഡോക്ടറുടെ മുൻപിലേക്ക് വന്ന 4 പ്രതികളിൽ ഒരാൾ മുസ്ലിമും 3 പേർ ഹിന്ദുക്കളുമാണ്. അവർ മതം ആയതുകൊണ്ടല്ലോ അവർ ക്രൂരമായ റേപ്പിനിരയായി. വേറെ കേസ് ഇവിടെ ഉണ്ടായാലും നടീനെ പീഡിപ്പിച്ച കേസിൽ അതിൽ ആരാണ് പ്രൈം അക്യൂസ്ഡ് അല്ലാതായിട്ട് പോലും പിൻ പോയിന്റഡ് ആയത്? ഇല്ലല്ലോ. പ്രൈം അക്യൂസ്ഡ് ജയിലിൽ ഇപ്പോഴും തുടരുന്നില്ല സാർ. ആ അക്യൂസ്ഡ് ജയിലിൽ തുടരുന്നൊന്നല്ല, ആരുടെ പേരില ചർച്ച മുഴുവൻ നടന്നത്. സെലിബ്രിറ്റി. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും വരുന്നത്. മുഹമ്മദ് ആരിഫ് ഈസ് നോട്ട് എ സെലിബ്രിറ്റി. അല്ല, സെലിബ്രിറ്റി ആകണമെന്നില്ല. ഇത് 2 കാര്യം ഞാൻ പറഞ്ഞു. 3 പേരുടെയും പ്രായം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരം കേസുകൾ വരുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ ഇവിടെ ഇഷ്ടം പോലെ ഹവാല വരുന്നുണ്ട്, ഇഷ്ടം പോലെ സ്വർണം പിടിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ മയക്കുമരുന്ന് വരുന്നുണ്ട്. നിങ്ങൾ ഇതിലെ പ്രതികൾ ആരാണെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഡിസ്കഷൻ വെച്ചിട്ടുണ്ടോ? ഒരു വാർത്ത കൂടി കാണാം സർ. നോക്കൂ, 4 വർഷങ്ങൾക്ക് മുൻപ്, ഇന്ന് നമ്മൾക്കറിയാം മലദ്വാർ ഗോൾഡിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. പിന്നെയോ ഇവിടെ വരുന്ന മയക്കുമരുന്ന്, അതും സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നതും അതിന് പിടിക്കപ്പെടുന്നതും ആരാണ്? അതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പോഴേക്കും മൊട്ടയരുണിന് മനസ്സിലായി കാര്യം ഞമ്മന്റെ ആളുകളിലേക്കാണ് മൊത്തം പോകുന്നത്. കൈവിട്ട് പോയ ആശാനെ ഇനി ഓടിക്കോ എന്ന രീതിയിൽ തന്നെ അടുത്ത ചോദ്യത്തിലേക്ക് ഓടുകയാണ്. നോക്കാം. ഘട്ടത്തിൽ ഇത് സൂചിപ്പിച്ചതുകൊണ്ട് ആനകൾക്ക് കയറാവുന്ന കണ്ടെയ്നറുകൾ വഴി പാകിസ്ഥാനിൽ അച്ചടിച്ച കള്ളനോട്ടുകൾ ഇറക്കിയതിനെ കുറിച്ചൊന്നും പറയാനില്ല. കൊടുങ്ങല്ലൂരിൽ ഏതോ കടുകുമണി ഫോട്ടോ സ്റ്റാൻഡ് 40 ലക്ഷമാണ് സർ. നോക്കാം, നമുക്ക് എന്നിട്ട് ചർച്ച ചെയ്യാം. ഈ 2 കണ്ടെയ്നറിൽ ഇത് എന്താ പറയുന്നത്? കുറെ നാളായി എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കാണാം. ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആക്ച്വലി കേരളത്തിലെ എല്ലാ ജിഹാദികളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നയോട് പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം എന്ന് വെച്ചാല് അവർക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മാത്രം കിട്ടും. നിങ്ങൾ ഈ കാണുന്ന എന്താണെന്നറിയോ? കുറെ തവണ ഒരാള് ഇട്ട് ഇങ്ങനെ പറയുന്നത് കൊടുങ്ങല്ലൂരിലെ എനിക്ക് ആ കേസ് എന്താന്ന് പോലും അറിയില്ല. അല്ല, നോക്കണം ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ പറയുന്ന 40 പേര് 56 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചോളൂ. 2 കണ്ടെയ്നറിൽ വരുന്ന കള്ളനോട്ട് എത്ര കോടി രൂപ ഉണ്ടെന്ന് അറിയോ? 5 ലക്ഷം കോടി രൂപ. നിങ്ങൾ നോക്കിയാൽ മതി. അപ്പൊ എത്ര വ്യത്യാസമുണ്ട്? 5 ലക്ഷം കോടി രൂപയും 56 ലക്ഷം രൂപയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാം. 1 രൂപയുടെ കള്ളനോട്ട്. ഞാൻ ചോദിക്കാൻ 5 ലക്ഷം കോടിയാണ് 2 കണ്ടെയ്നറിൽ കേരളത്തിൽ വന്ന് അടിഞ്ഞത് എന്ന് ആരാ പറഞ്ഞത്? VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു. അതോടുകൂടി അത് ആരാണ് ഇവിടേക്ക് കൊണ്ടുവന്നതും എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത് ഞമ്മന്റെ ആളുകളുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് VS അച്യുതാനന്ദന് കരിവേപ്പില എന്ന പേര് കിട്ടിയത് എന്ന് ആരും ഇനി അന്വേഷിച്ചു പോണ്ട. സത്യങ്ങൾ തുറന്നു പറഞ്ഞു വരെ ഏത് രീതിയിലാണ് ഇവിടെ ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്ന് അത് VS എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആയാലും TP സെൻകുമാർ ആയാലും ആരായാലും എന്താണ് അവരുടെ ഗതി എന്നുള്ളത് ഈ ഉദാഹരണങ്ങൾ മാത്രം മതി. അപ്പോൾ അരുൺകുമാറിന് 5 ലക്ഷം കോടി അല്ല വലുത്. കൊടുങ്ങല്ലൂരിൽ പിടിച്ച 54 53 ലക്ഷം കള്ളനോട്ടിന്റെ അതാണ് വലുത്. അപ്പോൾ ഇവിടെ ക്യാപ്സൂൾ വിഴുങ്ങി ആളുകളെ പറ്റിക്കാൻ ഇറങ്ങിയിട്ടുള്ള ഇതുപോലെയുള്ള മൊട്ട അരുണിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ആർക്ക് വേണ്ടിയാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്ന്, ആരാണ് കൃത്യമായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് സെൻകുമാർ സാർ പറയുകയാണ്. നോക്കാം മക്കളെ ബാക്കി. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പറയുന്നത് ആന കട്ടാലും അടക്കയാട്ടാലും കള്ളനാന്ന് പറഞ്ഞിട്ട് ആ അടക്ക കട്ടാനും മാത്രം പറയില്ല. ഞാൻ ഇത് ആകെ ഉദ്ദേശിച്ചത്, നിങ്ങൾ ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ എപ്പോഴും ഈ പോസ്റ്റില് കൊടുങ്ങല്ലൂരിൽ നിങ്ങളത് കാണണം. എന്റെ പോസ്റ്റ് നിങ്ങളല്ലല്ലോ നോക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോ കാണാം ഇവനെല്ലാം മറുപടി ഇത് തന്നെയാണ്. ഒരു 100 മറുപടി ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 1 രൂപയാണെങ്കിലും അത് കള്ളനോട്ടാണെങ്കിൽ അത് റിസർവ് ബാങ്കിന്റെയും ഇന്ത്യയുടെയും സാമ്പത്തിക ഭദ്രതയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യൻ സൊവേറിറ്റിക്കെതിരെയുള്ള ചലഞ്ചാണ്. അപ്പൊ കണ്ടെയ്നർ ആണെങ്കിലും ശരി, 40 ലക്ഷത്തിന്റെ കടുകുമണിയാണെങ്കിലും ശരി, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഒരു ഫേസ്ബുക്കില് എപ്പോഴും തെറി എഴുതിക്കൊണ്ടിരിക്കുന്ന, എപ്പോഴും ഇത് മമ്മദ്മാര് എന്ത് പറഞ്ഞാലും ഇവിടെ കമന്റ് ഇട്ട ബഷീർ KM മമ്മദ്, അതിലും മുന്തിരി മമ്മദ്, അവൻ ഇത് തന്നെ ഇടും. അപ്പൊ അവന് മനസ്സിലാക്കണമെങ്കിൽ ഈ കൊടുങ്ങല്ലൂരെ കേസ് എനിക്കറിയില്ല എന്താണെന്ന്, പക്ഷെ അവന് മറുപടി കൊടുത്തത് കള്ളനോട്ട് എന്നപ്പോ ഇത് അങ്ങ് ഇട്ട് കൊടുത്തേ ഉള്ളൂ. കാരണം ഈ ഫേസ്ബുക്കിൽ നമ്മൾ പലപ്പോഴും എഴുതുന്നത് അത് മാത്രം എടുത്ത് കാണിച്ച പോരാ, അതിന്റെ അടിയിൽ എഴുതിയ 100 കണക്കിന് കമന്റ് എന്താണെന്ന് നോക്കണം. അതിനുള്ള റിയാക്ഷൻ വൈകാരിക പ്രതികരണമാണ് താങ്കൾ നടത്തുന്നത്. തീർച്ചയായിട്ടും ഇമോഷണൽ റെസ്പോൺസ് ടു എ ഹൈലി ഇമോഷണലി ചാർജ്ഡ് കമന്റ്. അത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും ഇതായിട്ട് എഴുതിയ അറിയാം. ഇത്ര അധികം തെറിയൊക്കെ വന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞു ഫേസ്ബുക്കിൽ നിൽക്കരുത്, ഇത് മുഴുവൻ ഒരു തെറിയുടെയും കാരണം. അപ്പൊ അതിനു വേണ്ടി കുറെ പേരെ ഇറക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നിറയെ തെറിയും നിറയെ വൃത്തികേടുകളെല്ലാം വന്നപ്പോ അവസാനം ഞാൻ ഇവർക്ക് എഴുതി നോക്കുക,
IPS ആണ് DGP എന്ന് പറഞ്ഞ് നിങ്ങളുടെ തെറി കണ്ട് ഞാൻ ഓടില്ല. പിന്നെ ഒരു തവണ പ്രധാനമായിട്ട് എഴുതി, ഒരു പക്ഷേ എന്റെ ഫേസ്ബുക്കിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നിലപാട് അതായിരിക്കും. ഞാൻ എഴുതിയത് ഇതാണ്, നോക്കുക, നിങ്ങൾ ഈ എഴുതുന്നവരുടെ തന്തയും തള്ളയും പഠിക്കുന്ന സമയത്ത് മലയാള സ്കൂളിൽ തന്നെ പഠിച്ച് നന്നായിട്ട് തെറിയൊക്കെ കേട്ട് വളർന്നു വെച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ തെറിയൊന്നും കേട്ടാൽ ഞാൻ ഓടിപ്പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് പക്ഷെ ഇത് താങ്കൾക്ക് മാത്രമേ വരുന്നുള്ളൂ, ഋഷിരാജ് സിംഗിന് വരുന്നില്ല, ആസാദ് ബെഹ്റയ്ക്ക് വരില്ല, ആര് പറയുന്നു ജേക്കബ് ന്യൂസിന് വരുന്നില്ല. അവരെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ട് ഇത് ഡീൽ ചെയ്യും. നമ്മൾ ഹാർഷ് ആയിട്ടുള്ള റിയാലിറ്റീസ് ഇടും. അപ്പോഴാണ് എതിർപ്പ് വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജന്മഭൂമിയുടെ മീറ്റിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് വിഷമം വന്നത് എല്ലാവർക്കും. ഞാൻ മാധ്യമത്തിന്റെ പത്രം പൂട്ടി കിടന്നിട്ട് തുറന്നു കൊടുത്ത ആളാണ് ഞാൻ. 1995 മാധ്യമം പൂട്ടി, അത് തുറന്നു കൊടുത്തത് ഞാനാണ്. അതിനൊന്നും ഒരാൾക്ക് വിഷമില്ല. ജന്മഭൂമി 10-600 കുട്ടികൾക്ക് അവാർഡ് കൊടുക്കുന്നു, അതിന് ഞാൻ പങ്കെടുത്ത് ഉടനെ വിഷമമായി. ആ വിഷമം വേണ്ട. അപ്പൊ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, അത് ഒരു വൈകാരിക റെസ്പോൺസ് ആണെന്ന് മാത്രമേ അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഈ BJP നേതാവായ രാജേഷോ എനിക്ക് ലോക്കൽ നേതാവാണ്, പക്ഷെ അയാൾ ചെയ്തതും തെറ്റാണ്. അല്ല, തെറ്റായിരിക്കും, പക്ഷെ കമ്പാരിസൺ ഉണ്ട്. പക്ഷെ കോടിയാണെങ്കിലും ലക്ഷമാണെങ്കിലും വലിയ വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കൂ, ചെറിയ കള്ളനോട്ടിനേക്കാൾ വലിയ വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ പറയുന്ന ഒഫൻസ് എന്ന് പറയുന്നത് 2 ഒഫൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന കെട്ടാലും അടുക്ക കെട്ടാലും 2 ഒഫൻസ് ആണ്. കട്ടുമെന്നുള്ള ഒഫൻസ് ആണ്. പക്ഷെ ആന കാക്കുന്നവനും അടക്ക കാക്കുന്നവനും നിങ്ങൾ ഒരുപോലെ കാണാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. ഒരു DGP എന്ന നിലയിൽ ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായി ഇപ്പോഴും അങ്ങ് ജീവിക്കുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായി കിട്ടിയ വരുമാനം കൊണ്ട് തന്നെയാണ്, അഥവാ പെൻഷൻ കൊണ്ട് തന്നെയാണ്. ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അങ്ങേ ഇപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുന്നത് ആസ് എ പെൻഷൻ. ആ ഇന്ത്യയുടെ സൊവേറിറ്റി അച്ചടിച്ചു കൂട്ടിയ കറൻസിയാണ് ഈ BJP പ്രാദേശിക നേതാവ് കൊടുങ്ങല്ലൂരിൽ 40 ലക്ഷം അച്ചടിച്ചു. അയാളെ ഞാൻ പറയട്ടെ, ഈ 5 ലക്ഷം കോടി രൂപ കൊണ്ടുവന്നവനെ പിടിച്ചോ? പിടിച്ചില്ലല്ലോ. അങ്ങും ഉണ്ടായിരുന്നു ആ സമയത്ത് ഇന്ത്യൻ. ഞാൻ KSRTC ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ത്യൻ പോലീസ് സേനയുടെ ഭാഗമായിരുന്നു. അത് ഞാനാണ്. നിങ്ങൾ ആൾ ഇന്ത്യ സർവീസിൽ, ഞാൻ KSRTC ഉണ്ടായിരുന്നു. KSRTC നോക്കുന്നുണ്ടായിരുന്നു. ഞാനല്ല പണം പിടിക്കാൻ പോകേണ്ടത്. പണം പിടിക്കാൻ പോകേണ്ട ആള് ഇപ്പൊ തിഹാറിൽ കിടപ്പുണ്ട്, ചിദംബരം. കൃത്യമായിട്ടുള്ള ചോദ്യം. ഇനി ബാക്കി മക്കളെ, അങ്ങ് 40 വർഷങ്ങൾക്ക് മുമ്പ് JNU സന്ദർശിക്കുന്നു. ആസ് എൻ എക്കണോമിസ്റ്റ് ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. കാരണം താങ്കൾ ക്രൈസ്റ്റ് കോളേജിലെ ഇരിങ്ങാലക്കുട കോളേജിൽ നിന്നാണ് താങ്കളുടെ ഡിഗ്രി മാത്രം. പിന്നീട് മത്തായി സെന്റർ തൃശ്ശൂരിൽ നിന്ന്, അഥവാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതിനുശേഷമാണ് താങ്കൾ പോകുന്നത് PhD ഉമ്മൻ സാറിന്റെ കീഴിലുമായി. അതൊരു അക്കാദമിക ബന്ധം JNUമായി താങ്കൾ പുലർത്തി? ഇല്ല. ഞാൻ JNUവിൽ പോയത്, നോക്കുക, എനിക്ക് ഡൽഹിയിൽ ആരും അറിയില്ല. നമ്മളൊരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന, ആദ്യമായിട്ട് ഡൽഹി കാണുന്ന ഒരാളാണെന്ന്. അപ്പൊ ഞാൻ പോയപ്പോഴും രവീന്ദ്രൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ പിന്നീട് ഉണ്ടായിരുന്ന അവിടേക്ക് ഞാന് ചെല്ലുന്ന സമയത്ത് അയാൾ പറഞ്ഞു JNUവിൽ താമസിക്കാന്ന് പറഞ്ഞു.